അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോരിനിടെ വൈറ്റ് ഹൌസിൽ നടന്ന ചില സംഭവങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ DOGE മേധാവിയായ ഇലോൺ മസ്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും തമ്മിൽ വൈറ്റ് ഹൌസിനുള്ളിൽ കയ്യാങ്കളി നടന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദി വാഷിംഗ്ടൺ പോസ്റ്റാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടെത്തുമെന്ന മസ്കിന്റെ പ്രതിജ്ഞയെ ബെസന്റ് പരിഹസിച്ചു. ഇതാണ് ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട്. നീ ഒരു വഞ്ചകനാണ് എന്ന് ബെസന്റ് പറഞ്ഞതിന് പിന്നാലെ മസ്ക് തോളുകൊണ്ട് ഒരു റഗ്ബി കളിക്കാരനെ പോലെ ബെസന്റിന്റെ വാരിയലിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ബെസന്റ് മസ്കിനെ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ മസ്കിനെ വെസ്റ്റ് വിങ്ങിൽ നിന്ന് പുറത്താക്കിയെന്നും റിപ്പോർട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഇറങ്ങിയ പ്രസിഡന്റ് ട്രംപ് ഇത് കടന്ന കൈയായിപ്പോയെന്ന് അഭിപ്രായപ്പെട്ടു.